നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർണാടകയിൽ BSc നഴ്സിംഗിന് എൻട്രൻസ് എക്സാംസ് എഴുതിയേക്കുന്ന അല്ലെങ്കിൽ KCET എൻട്രൻസ് എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികൾക്കുള്ള അടുത്തൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസം വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കർണാടക KCET എക്സാം എഴുതിയ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ഈ പറയുന്ന KCET വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇനി വരുന്ന ഓരോ ഘട്ടത്തിലേക്കും, അതായത് അഡ്മിഷൻ പ്രോസസ്സിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഓരോ ഘട്ടത്തിലേക്കും ഈ വെരിഫിക്കേഷൻ സ്ലിപ്പ് വളരെയധികം അനിവാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇവിടെ സീക്രട്ട് കീയും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു QR കോഡാണ് ലഭിക്കുക. ഇത് കൂടാതെ തന്നെ പുതിയതായിട്ടുള്ള ഒരു CET നമ്പറും ആ QR കോഡിന് മുകളിലായിട്ട് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ച് മാത്രമായിരിക്കും അടുത്ത അലോട്ട്മെന്റ് സ്റ്റെപ്പുകളായിട്ടുള്ള കോളേജ് ഓപ്ഷൻ എൻട്രി, അതുപോലെ തന്നെ അലോട്ട്മെന്റിന്റെ ഓരോ പ്രോസസ്സുകളും കൂടെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെരിഫിക്കേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പക്ഷേങ്കിൽ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നമ്മൾ ഈ വെരിഫിക്കേഷൻ സ്ലിപ്പും ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും നമ്മൾ നൽകേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ലിങ്കിൽ വഴി നമ്മൾ പ്രൊഫൈലിൽ കയറുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ OTP വരികയും ആ ഒരു OTP കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഫർദർ നമുക്ക് ആ ഒരു പേജിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റുകൾ എല്ലാം തന്നെ പ്രോപ്പർ ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മാർക്കുകൾ ആയിക്കോട്ടെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കൃത്യമായിട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇത് കൂടാതെ തന്നെ യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ പാലിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് നമ്മൾ KCET നല്ല രീതിയിൽ മാർക്ക് മേടിച്ചാൽ പോലും, നല്ല റാങ്കിലുള്ള കുട്ടികൾക്ക് പോലും, അഥവാ നിങ്ങൾക്ക് +2 മാർക്ക് വളരെയധികം കുറവാണ്, ഫെയിൽ ആയിട്ടുള്ള കുട്ടികളാണെന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങളെ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 50% മിനിമം +2 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും, അതുപോലെ തന്നെ ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ KCETയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണം. അങ്ങനെ പാലിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ ഡിക്ലറേഷൻ ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കോഴ്സ്, നമുക്കറിയാം നോൺ കർണാടക സ്റ്റുഡൻസിന് BSc നഴ്സിംഗ് കോഴ്സ് മാത്രമാണ് KCET വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ BSc നഴ്സിംഗും അതിന്റെ റാങ്ക് എത്രയാണെന്നുള്ള ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്ത പല കുട്ടികൾക്കും റാങ്ക് ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന കുട്ടികൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് റാങ്ക് ലിസ്റ്റുകളും അതുപോലെ തന്നെ ഈ പറയുന്ന കോഴ്സ് സെലക്ടഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് BSc നഴ്സിംഗ് അതിന്റെ റാങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ സേഫ് ആയിട്ട് സീക്രട്ട് ആയിട്ട് വെക്കാനാണ് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം സീക്രട്ട് കീം അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ടാണ് ഈ ഒരു വർഷം QR കോഡ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള പ്രോസസ്സിൽ അതുവഴിയായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവുക. എന്ത് തന്നെയായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെയാണ് നമ്മൾ കോളേജ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതിന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുന്നതാണ്. ആ ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കോളേജ് ഓപ്ഷൻസ് കൊടുക്കുവാനുള്ള പോസിബിലിറ്റി ലഭിക്കുക. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ഒത്തിരി മിസ്റ്റേക്കുകൾ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആപ്ലിക്കേഷൻ സമയത്ത് ഉൾപ്പെടെ നിരവധി മിസ്റ്റേക്കുകൾ കുട്ടികൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അക്ഷയ സെന്റർ വഴിയാണെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവില്ലാതെ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പല കുട്ടികളെ ക്ലോസ് ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ സ്റ്റെപ്പും വളരെയധികം കൃത്യതയോട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിവിടെ KCETയുടെ അഡ്മിഷൻ അലോട്ട്മെന്റ് ഗൈഡൻസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ വരെയുള്ള ഫിൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ഗൈഡൻസ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. തന്നെത്താനെ നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.